സ്റ്റോറി റിട്ടൺ ബൈ അമൃത രാജീവ്. മോളെ, എല്ലാം എടുത്തു വെച്ചില്ലേ? ഇനി ഒന്നുമില്ലല്ലോ? ഇല്ലച്ചാ, എല്ലാമായി. എങ്കിൽ പോയി കിടന്നോ, ലേറ്റ് ആവണ്ട, രാവിലെ ഇറങ്ങണ്ടേ. അച്ഛൻ മുറിയിലേക്ക് നടന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാനും കിടന്നു. അലമാരയിൽ നിന്നും അമ്മയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തു. അമ്മേ, ഞങ്ങൾ വരുക, അമ്മയുടെ ഓർമ്മകളുള്ള നമ്മുടെ വീട്ടിലേക്ക്. പക്ഷേ അമ്മയില്ലാതെ എങ്ങനെയാ അവിടെ? പറഞ്ഞു മുഴുവനാക്കും മുമ്പേ തൊണ്ടക്കുഴിയിൽ കനം നിറഞ്ഞു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് പതിവാണ്. പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം അമ്മയില്ലാത്ത വീട്ടിലേക്ക് പോകുന്നതോർക്കുമ്പോൾ അനുസരണയില്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവൂട്ടി, ഓടല്ലേ, നിക്ക് പെണ്ണേ, ദേ വീഴുട്ടോ, അവിടെ നിറയെ ചളിയാ, വഴുതി വീഴുവേ. പറഞ്ഞു തീരുമ്പോഴേക്കും പാടവരമ്പിലെ ചളിയിൽ ചവിട്ടി പാടത്തിലേക്ക് വീണിരുന്നു. ഓടി അടുത്തെത്തിയ വിച്ചേട്ടൻ വായ പൊത്തി ചിരിച്ചു. നിന്നോട് പറഞ്ഞതല്ലേ വീഴൂന്ന്, എങ്ങനെയാ വീഴാതിരിക്കുക? ഉണ്ട കണ്ണ് രണ്ടും ആകാശത്തല്ലേ. നോക്കേ, മുഴുവൻ ചെളിയായി. കുളത്തിൽ ചെന്ന് കഴുകാം. ഈ കോലത്തിൽ വീട്ടിൽ പോയാൽ ചിറ്റ നിന്നെ ഓടിച്ചു തല്ലും. വാ, എണീക്ക്. അപ്പോഴും വിച്ചേട്ടൻ്റെ മുഖത്ത് നിറയെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയായിരുന്നു. എഴുന്നേൽക്കാൻ വേണ്ടി നീട്ടിയ കൈ വാശിയോടെ തട്ടിമാറ്റി. വേണ്ട വിച്ചേട്ടൻ, എന്നെ തൊടണ്ട, ഞാൻ ഒറ്റയ്ക്ക് എണീച്ചോളാം. കൈ മുന്നിലേക്ക് കുത്തി പാടവരമ്പിലേക്ക് ഒരു കാൽ എടുത്തു വെച്ചു മറുകാൽ പൊക്കിയതും പുറകോട്ട് വീണ്ടും മലർന്നടിച്ചു വീണു. നേരത്തെ വീണപ്പോൾ കാലിന് മാത്രം ചെളി പറ്റിയതെങ്കിൽ ഇപ്പോൾ മുഴുവനുമായി. അപ്പോൾ വിച്ചേട്ടൻ്റെ ചിരിക്കു ഒന്നുകൂടെ വോൾട്ടേജ് കൂടി. സങ്കടവും ദേഷ്യവും കൊണ്ട് കണ്ണു നിറഞ്ഞു. അയ്യോടാ, എൻ്റെ ദേവൂട്ടി കരയാൻ തുടങ്ങിയോ? സാരില്ല, പറഞ്ഞതല്ലേ ഓടണ്ടാന്ന്. പാടത്തിലേക്ക് ഇറങ്ങി വിച്ചേട്ടൻ എടുത്തുയർത്തി തോളിലിരുത്തി കുളത്തിലേക്ക് കൊണ്ടുപോയി. പടവിലിരുത്തി കുളത്തിലിറങ്ങി കയ്യും കാലും കഴുകിത്തന്നു. വിച്ചേട്ടാ, ദാ അവിടെ, പിന്നെ ദേ ഇവിടെ. കഴുകിത്തരുമ്പോൾ ഓരോ സ്ഥലമായി വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തു. രണ്ടുപേരുടെയും ദേഹത്തെ ചളിയൊക്കെ കഴുകിക്കളഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വീണപ്പോൾ നൊന്തോ ദേവൂട്ടിക്ക്? ഇല്ല എന്ന് ചുമല് കൂച്ചി കാണിച്ചപ്പോൾ ഒരു ചിരിയോടെ വിച്ചേട്ടൻ മുടിയിൽ തഴുകി. അല്ല ദേവു, ഇതെന്ത് കോലാ നിന്റെ? എത്ര മര്യാദയ്ക്ക് സ്കൂളിൽ വിട്ടതാ? അത് ചിറ്റേ, വരുന്ന വഴി ദേവൂട്ടി പാടത്ത് വീണു, കുളത്തിൽ പോയി കഴുകിയിട്ടാ വന്നേ. അല്ലേലും പെണ്ണിൻ്റെ കണ്ണ് തറയിൽ ഉറക്കില്ലല്ലോ. മുറിഞ്ഞോ എവിടെയും? അമ്മ ദേഹം മുഴുവൻ നോക്കി. കണ്ടില്ലേ മുഖം വീർപ്പിച്ച് നിൽക്കണത്? നിന്റെ മുഖം കണ്ടാൽ ഇപ്പോൾ ഞാൻ തള്ളിയിട്ട പോലെയാണല്ലോ. അമ്മയെ ചുണ്ടുകൊട്ടി കാണിച്ച് അകത്തു കയറി. വിച്ചു, വാ കയറ്. ഇനി ആ മുഖം അച്ചമ്മയും വല്യമ്മയും വരാതെ തെളിയില്ല. അവരെവിടെ പോയതാ ചിറ്റേ? വരാറായില്ലേ? വൈദ്യരുടെ അടുത്ത് പോയതാ. അച്ചമ്മയുടെ കാലിന് നീര് കുറവില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് പോയതാ, വരാറായി കാണും. നീ കയറ്. വേണ്ട ചിറ്റേ, ഞാൻ വീട്ടിലേക്ക് പോവാ. പിന്നൊരു ദിവസം വരാം, നാളെ പരീക്ഷയുണ്ട്. ഇപ്പം എപ്പോഴും പരീക്ഷയാ. 10ാം ക്ലാസ് അല്ലേ, ഒത്തിരി പഠിക്കാൻ കാണും. എന്നാൽ വേഗം പൊക്കും. അച്ചമ്മയുടെ ദേവു എന്തേ? ഒളിച്ചു നിൽക്കുക. ഇങ്ങോട്ട് വാ. അച്ചമ്മ എന്താ ദേവുവിനെ കൊണ്ടുവന്നേന്ന് നോക്കിയേ. ഹായ് ജിലേബി. എന്താ ദേവുമോൾ അച്ചമ്മ വന്നിട്ട് അച്ചമ്മയുടെ അടുത്ത് വരാഞ്ഞേ? അമ്മ എന്നെ ചുമ്മാ വഴക്ക് പറഞ്ഞു അച്ചമ്മേ. ചുമ്മാതോ? കള്ളിപ്പാറു. എൻ്റെ അമ്മേ, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. സ്കൂളിൽ നിന്ന് വരുന്ന വഴി പാടത്ത് വീണത്രേ. വിഷ്ണു ചളിയൊക്കെ കഴുകിക്കളഞ്ഞാൽ ഇവിടെ ആക്കിയത്. അപ്പോൾ തറയിൽ നോക്കാതല്ലേ നടത്തതെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിണങ്ങിയതാ. വയസ്സ് 10 ഉള്ളൂ. ഇപ്പോഴേ എടുത്താൽ പൊങ്ങാത്ത ദേഷ്യവും വാശിയും ആ പെണ്ണിന്. അമ്മ ഒന്ന് നോക്കി പേടിപ്പിച്ച് തിരിഞ്ഞു നടന്നു. ആണോ അച്ചമ്മേ? എനിക്ക് വാശിയുണ്ടോ? വിച്ചേട്ടൻ പറയാറുണ്ടല്ലോ എൻ്റെ ദേഷ്യം കാണാൻ വിച്ചേട്ടനെ നല്ല ഇഷ്ടമാണെന്ന്. അച്ചമ്മയുടെ മടിയിൽ കയറിയിരുന്ന് തല ചരിച്ച് അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലാട്ടോ, എൻ്റെ മോക്ക് വാശിയൊന്നുമില്ല. അച്ചമ്മയുടെ ദേവു നല്ല മോളാ. ഞാൻ അച്ഛ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമല്ലോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന്. അപ്പോൾ അച്ഛ അമ്മേനെ വഴക്ക് പറയുമല്ലോ. കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. എങ്ങോട്ടാ ദേവു ഓടണേ? വല്യമ്മയ്ക്ക് ജിലേബി കൊടുക്കട്ടെ അച്ചമ്മേ? വല്യമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, കൊടുത്തിട്ട് വരാം. ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. മോളെ, എണീക്ക്, പോണ്ടേ. അച്ഛൻ്റെ ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. ഇന്നലെ ഓരോന്നോർത്തുറങ്ങിയപ്പോൾ വൈകി അച്ഛാ. ഞാൻ റെഡിയായി വരാം. ഫ്ലൈറ്റിൽ കയറി കണ്ണടച്ചിരുന്നു. മനസ്സപ്പോഴേക്കും പഴയ 10 വയസ്സുകാരിയുടെ ഓർമ്മയിലേക്ക് എത്തിയിരുന്നു. അമ്മയും അച്ചമ്മയും വല്യമ്മയും വിച്ചേട്ടൻ്റെ വിരലിൽ തൂങ്ങിയ സ്കൂളും വിച്ചേട്ടൻ്റെ വീടും. ഗൾഫിൽ നിന്ന് അച്ഛൻ വിളിക്കുമ്പോൾ ഒറ്റ ശ്വാസത്തിൽ അന്നന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അതുമാത്രമായിരുന്നു അന്നത്തെ ലോകം. ഒരു നാൾ അതുവരെ കാണാത്ത ചുവപ്പ് നിറം പടർന്നപ്പോൾ ദേവു വലിയ കുട്ടിയായല്ലോ എന്ന് പറഞ്ഞ് ചേർത്തു പിടിച്ച അമ്മയെ ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞു. എല്ലാവരും മധുരം തന്നപ്പോൾ വിച്ചേട്ടനും തരണമെന്ന അന്നാ 13കാരിക്ക് വാശിയായിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു എന്നെ വിച്ചേട്ടൻ്റെ അച്ഛൻ രഘുമാമൻ തിടുക്കത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും വിട്ടു പറഞ്ഞിരുന്നില്ല. വീട്ടിൽ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ ആദ്യം അച്ചമ്മയുടെ മുഖമാണ് മനസ്സിൽ വന്നത്. വെള്ളം കോരുവായിരുന്നു. ആൾമറയില്ലാത്ത കിണറല്ലേ, വഴുതിയതാവും. തല കല്ലിനിടിച്ചിരുന്നു. ഇല്ലേൽ ജീവനെങ്കിലും ബാക്കിയായേനെ. ആരോ പറയുന്നത് കേട്ടു.
വന്നവരുടെ നോട്ടം കാണാത്ത പോലെ രഘുമാമൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് വെള്ളയിൽ പുതച്ചു കിടത്തിയ അമ്മയെയാണ്. എൻ്റെ അമ്മ. ഓടിയിരുന്നു അമ്മയുടെ അടുത്തേക്ക്. അവിടെ തന്നെ ബോധം മറഞ്ഞു വീണു. പിന്നെ കണ്ണു തുറന്നപ്പോൾ വല്യമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അച്ഛൻ എത്തുന്നത് വരെ കാത്തു നിൽക്കാൻ വയ്യെന്ന് ആരൊക്കെയോ പറയുന്നത് പാതി മയക്കത്തിലും കേട്ടു. സമയമായി എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ തണുത്തു മരവിച്ച നെറ്റിയിൽ ചുണ്ട് ചേർത്തപ്പോൾ അറിയാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. പിന്നീട് എന്താണ് നടന്നതെന്ന് അറിഞ്ഞില്ല. മണിക്കൂറുകൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ വിച്ചേട്ടൻ അടുത്തുണ്ട്. എനിക്ക് അമ്മയെ കാണണം, വിച്ചേട്ടാൻ്റെ അമ്മ, അമ്മേ എന്ന വിളിയിൽ വിച്ചേട്ടൻ ആ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് അച്ഛൻ എത്തിയ ഉടനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ആദ്യമായും അവസാനമായും അച്ഛൻ കരയുന്നത് ഞാൻ അന്നാണ് കണ്ടത്. അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പറ്റാത്ത വിഷമമുണ്ടായിരുന്നു ആ കണ്ണുനീരിൽ നിറയെ. അമ്മയില്ലാത്ത ആ വീട്ടിൽ മിനിറ്റുകൾ മണിക്കൂർ പോലെയായിരുന്നു കടന്നുപോയത്. വല്യമ്മയും അച്ഛമ്മയും അമ്മയേക്കാളേറെ ശ്രദ്ധയോടെ എൻ്റെ കാര്യങ്ങൾ ചെയ്തെങ്കിലും അമ്മ മാത്രമായിരുന്നു മനസ്സ് നിറയെ. 2 മാസങ്ങൾക്ക് ശേഷം അച്ഛൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും പോകണമെന്ന് പറഞ്ഞു കരഞ്ഞു. ആരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. അമ്മ പോയതിനു ശേഷം കളിയും ചിരിയും നഷ്ടപ്പെട്ട എന്നെ പഴയ പോലെ ആക്കണമെന്ന് മാത്രമാണ് വല്യമ്മയും അച്ഛമ്മയും അച്ഛനോട് പറഞ്ഞത്. ഇറങ്ങാൻ നേരം അമ്മയുടെ അസ്ഥിത്തറയിലേക്ക് ഗേറ്റിൽ നിന്ന് വീണ്ടും ഒന്ന് പാളി നോക്കിയപ്പോൾ എന്നെ അനുഗ്രഹിച്ചതുപോലെ ആ തിരുനാളം ചെറുതായി ആളിക്കത്തിയതായി തോന്നി. ദേവു, മോളെ ഇറങ്ങണ്ടേ? അച്ഛൻ വിളിച്ചപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ചു. കണ്ണുനീർ കണ്ടിട്ടും അച്ഛനൊന്നും ചോദിച്ചില്ല. അച്ഛൻ്റെ മനസ്സും അതുപോലെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എയർപോർട്ടിലേക്ക് ആരും വരണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടാക്സിയിൽ നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വന്നു. ദേവൂട്ടി, പോണോ ദേവൂട്ടിക്ക്? ഞങ്ങളെല്ലാവരെയും വിട്ടു പോണോ? അമ്മയില്ലാതെ എനിക്കിവിടെ പറ്റണില്ല വിച്ചേട്ടാ. തേങ്ങി തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. വിച്ചേട്ടൻ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകളടച്ചത് സ്വീകരിച്ചപ്പോൾ കൺപീലികളെ വകഞ്ഞു മാറ്റി നീർത്തുള്ളികൾ താഴേക്ക് പതിച്ചു. ആ ചുംബനവും വാങ്ങിക്കൊണ്ടാണ് ഞാൻ കടൽ കടന്ന് അച്ഛൻ്റെ കൂടെ പോയത്. കണ്ണു തുറന്ന് അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. 3-4 വർഷം കഴിഞ്ഞിട്ടും ഇവിടെയൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ അച്ഛാ. അച്ഛൻ്റെ കൈകൾ എൻ്റെ കവിളിൽ ചേർത്ത് വെച്ചു. ടാക്സി ഗേറ്റ് കടന്നകത്ത് കയറിയപ്പോഴേക്കും വല്യമ്മ അകത്തുനിന്ന് ഓടി വന്നു. എന്നെ കണ്ടതും കെട്ടിപ്പിടിച്ച് കുറേ സമയം നിന്നു. വരാൻ തോന്നിയില്ലല്ലോ ഞങ്ങളെ കാണാൻ? കണ്ണു തുടച്ചുകൊണ്ട് വല്യമ്മ ചോദിച്ചു. യാത്ര സുഖമായിരുന്നില്ലേ ചന്ദ്ര? അതേ ചേച്ചി. അമ്മയുടെ അസ്ഥിത്തറയിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ട സന്തോഷം എന്നോണം തിരിയൊന്നുലഞ്ഞു. വല്യമ്മയുടെ കൈ മുറുകെ പിടിച്ചകത്തു കയറി. അച്ചമ്മ മുറിക്കകത്തുണ്ട്. നിങ്ങൾ പോയ പിന്നെ അതിനകത്തു തന്നെ ഏറെ നേരവും. ഇപ്പോൾ പഴയ പോലെ എഴുന്നേറ്റ് നടക്കാനും വയ്യ. അച്ചമ്മേ. ശബ്ദം കേട്ടപ്പോൾ അച്ചമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ദേവു. ആ ഒരു വിളിയിൽ തന്നെ അച്ചമ്മയുടെ മാറിലേക്ക് വീണു. ചേർത്തു പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. അച്ചമ്മയെ ഓർമ്മയുണ്ടോ എൻ്റെ മോക്ക്? കാണാൻ പറ്റുമെന്ന് നിരീച്ചതല്ല. എന്തായാലും കണ്ടില്ലേ എൻ്റെ കുട്ടിയെ? സന്തോഷമായി. നേരിയതിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണും മൂക്കും പിഴിഞ്ഞു അച്ചമ്മ എഴുന്നേറ്റു. കൈ പിടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അച്ഛനെ ചേർത്തു പിടിച്ചു കരഞ്ഞു. മോള് കുളിച്ചു വാ, വല്യമ്മ കഴിക്കാനെടുക്കാം. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അമ്മയുടെ ഗന്ധമായിരുന്നു. വീട്ടിലെ ഓരോ കോണിലേക്ക് പോകുന്തോറും അമ്മയുടെ ഓർമ്മകൾ ഏറി വന്നു. കരയാതിരിക്കാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ടും എന്നെ തോൽപ്പിച്ചെന്നോണം 2 നീർത്തുള്ളി താഴേക്ക് പതിച്ചു. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് കിടന്നപ്പോൾ കിടക്കയിൽ അമ്മയുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന പോലെ, അമ്മയുടെ സാമീപ്യം അടുത്തുള്ളതുപോലെ. കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു തീർത്തു. മടുത്തു തുടങ്ങിയപ്പോൾ ഒരു ദിവസം രാവിലെ കുളക്കടവിലിരുന്നു കല്ലെറിഞ്ഞ് വെള്ളത്തിലെ ഓളങ്ങളിൽ കണ്ണട്ടിരിക്കുകയായിരുന്നു. ദേവൂട്ടി. തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലായി, വിച്ചേട്ടനല്ലാതെ മറ്റാരും ദേവൂട്ടിന്ന് വിളിക്കാറില്ലല്ലോ. ഇത്ര കാലമായിട്ടൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ ദേവൂട്ടി. വിച്ചേട്ടനിപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ നമ്മുടെ സ്കൂളിൽ മാഷായിട്ട് കയറിയിട്ട് 7 മാസം കഴിഞ്ഞു. ഇവിടേക്ക് വിളിക്കുമ്പോഴും എന്നെക്കുറിച്ച് അന്വേഷിക്കാറില്ലല്ലേ? ഒരു ദീർഘനിശ്വാസത്തോടെ വിച്ചേട്ടൻ കുളത്തിലേക്ക് നോക്കിയിരുന്നു. അച്ഛനെ കണ്ടിരുന്നോ? അവിടെ പോയപ്പോഴാണ് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ പോവാ വിച്ചേട്ടാ, പിന്നെ കാണാം. പോകാൻ തുടങ്ങി എൻ്റെ കൈ പിടിച്ച് വിച്ചേട്ടൻ അവിടെ തന്നെ ഇരുത്തിച്ചു. ദേവൂട്ടി, തനിക്കിപ്പോഴും മനസ്സിലായില്ലേ എനിക്ക് തന്നോടുള്ളത് സാധാരണ ഒരു ഇഷ്ടമല്ല എന്ന്? അതോ മനസ്സിലായിട്ടും അഭിനയിക്കാണോ നീ? ഒരുപാട് സമയത്തെ മൗനത്തിനു ശേഷം ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി. വിച്ചേട്ടനറിയോ, എൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വിച്ചേട്ടൻ്റെ ഓർമ്മകളിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയില്ലാത്ത വീടിനെ സങ്കല്പിക്കുമ്പോൾ തന്നെ ആ ചിന്ത മാറ്റും. ഇവിടെ നിന്ന് പോകുമ്പോൾ വിച്ചേട്ടൻ തന്ന ആ ചുംബനമാണ് എന്നെ ഇത്രനാൾ വിച്ചേട്ടനിൽ തന്നെ ചേർത്ത് നിർത്തിയത്. ദിവസങ്ങൾ കഴിയുന്തോറും വിച്ചേട്ടനോടുള്ള എൻ്റെ സ്നേഹം, അല്ല പ്രണയം കൂടി വരുമായിരുന്നു. പക്ഷേ വിച്ചേട്ടൻ സ്നേഹിച്ചത് പഴയ ആ വായാടിയായ കുറുമ്പി ദേവൂട്ടിയല്ലേ? ആ ദേവൂട്ടി മരിച്ചു. അമ്മയോടൊപ്പം
ആ ദേവൂട്ടിയും പോയി. ഇപ്പോൾ ഞാൻ ദേവൂട്ടിയല്ല. ആരോടും മിണ്ടാൻ ഇഷ്ടമില്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ദേവപ്രിയയാണ്. ഈ ദേവുവിനെ വിച്ചേട്ടനിനി ഇഷ്ടാവില്ല. എൻ്റെ ദേവൂട്ടിക്ക് എന്താ പറ്റിയേ? അമ്മയുടെ കൂടെ സന്തോഷങ്ങളൊക്കെ പോയി എന്ന് പറയാൻ. അമ്മയ്ക്ക് അത്രേ വിധി ഉണ്ടായുള്ളൂ തൻ്റെ കൂടെ ജീവിക്കാൻ. എന്ന് വെച്ച് ദേവൂട്ടി അമ്മയെ ഓർത്ത് കരഞ്ഞ് ജീവിക്കുവാണോ വേണ്ടേ? ദേവൂട്ടിനെ ഇങ്ങനെ കണ്ടാൽ അമ്മയ്ക്ക് വിഷമമാകുമല്ലേ ചെയ്യുക? ഓർത്തു നോക്കിയേ, പഴയ ദേവൂട്ടിനെ കാണുമ്പോൾ അല്ലേ എൻ്റെ ചിറ്റയ്ക്ക് സന്തോഷമാവൂ. ഒരു തേങ്ങലൂടെ കാൽമുട്ടിനകത്തേക്ക് മുഖം പൂഴ്ത്തി. ഇങ്ങോട്ട് നോക്കിയേ ദേവൂട്ടി, മറ്റൊരു ലോകത്ത് നിന്ന് നിന്നെ കാണുന്ന അമ്മ വിഷമിക്കുവാണോ വേണ്ടേ? അല്ല. എന്നാൽ എൻ്റെ ദേവൂട്ടി ഇനി പഴയ ദേവൂട്ടി ആവണം. വാശിയും കുറുമ്പുള്ള പഴയ വായാടി ദേവൂട്ടി, കേട്ടോ? വിച്ചേട്ടാ, ഞാനന്ന് അമ്മയോട് പിണങ്ങിയിട്ടാണ് സ്കൂളിൽ പോയേ. രാത്രി പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്നപ്പോൾ വഴക്ക് പറഞ്ഞതിന് രാവിലെ അമ്മയോടൊന്നും മിണ്ടിയില്ല. ഉമ്മറത്ത് നിന്ന് വിളിച്ചെങ്കിലും തിരിഞ്ഞു പോലും നോക്കാതെയാണ് പോയേ. എൻ്റെ നല്ലതിന് വേണ്ടി അമ്മ വഴക്ക് പറഞ്ഞതെന്ന് ഓർത്തുകൂടായിരുന്നു എനിക്ക്. എൻ്റെ വാശി കൊണ്ടല്ലേ അങ്ങനെ. അമ്മയോട് അന്നൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ. അമ്മയ്ക്ക് എത്ര വിഷമമായി കാണും. അവസാന നിമിഷത്തിലും അമ്മ അത് ആലോചിച്ച് കാണില്ലേ? അതൊക്കെ ഓർക്കുമ്പോഴാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഉമ്മറത്ത് എന്നെ നോക്കി നിന്ന അമ്മയുടെ സങ്കടം നിറഞ്ഞ ആ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. ചിരിയോടെ ആ അമ്മയെ അവസാനമായി കണ്ടതെങ്കിൽ. ഒരു കരച്ചിലോടെ വിച്ചേട്ടൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ കരവലയത്തിൽ വിച്ചേട്ടൻ പറഞ്ഞതിനെല്ലാം മൂളിക്കൊണ്ടിരുന്നു. എൻ്റെ ദേവൂട്ടിയുടെ കുറുമ്പും വാശിയും ചിറ്റയ്ക്കല്ലാതെ മറ്റാർക്കാ നന്നായിട്ടറിയാം. ആ സങ്കടമൊന്നും ചിറ്റയ്ക്കുണ്ടാവില്ല. ചിറ്റ ദേവൂട്ടിനെ സന്തോഷത്തോടെ കാണാൻ മാത്രമല്ലേ ആഗ്രഹിക്കൂ. അങ്ങനെ ദേവൂട്ടിയെ കണ്ടാൽ മാത്രമേ ചിറ്റയ്ക്ക് സന്തോഷമാവൂ. ഇനി എൻ്റെ ദേവൂട്ടി പഴയ ദേവൂട്ടി ആവില്ലേ? ദേവൂട്ടിയുടെ അമ്മ ആഗ്രഹിക്കുന്ന ദേവൂട്ടി പറ. ആവും. പിച്ചേട്ടൻ എൻ്റെ കൈ പിടിച്ച് വീട്ടിലെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ നിന്നു. ചിറ്റേ, പറഞ്ഞിട്ടില്ലേ എന്നോട് ദേവുവിനെ നിൻ്റെ കയ്യിൽ തരാനാ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമെന്ന്? അന്ന് ഞാനും വാക്ക് തന്നതല്ലേ ദേവൂട്ടി എൻ്റെ മാത്രം ആയിരിക്കുമെന്ന്. ആ വാക്ക് ഞാനിന്ന് പാലിക്കുക. കൊണ്ടുപോവാ ഇവളെ ഞാൻ എൻ്റെ മാത്രമായിട്ട്. വിച്ചേട്ടൻ അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു സന്തോഷത്തോടെ കണ്ണീർ തുടയ്ക്കുന്ന അച്ഛനെയും അച്ഛമ്മയെയും വല്യമ്മയെയും. ഒരു പ്രത്യേക തിളക്കത്തോടെ അച്ഛൻ്റെ തൊട്ടടുത്ത് ചിരിച്ചുകൊണ്ട് എന്നെയും വിച്ചേട്ടനെയും അനുഗ്രഹിക്കുന്ന അമ്മയെയും. വിച്ചേട്ടൻ്റെ കയ്യിൽ പിടിച്ച് ഗേറ്റ് കടക്കുമ്പോൾ ഒന്നുകൂടെ അസ്ഥിത്തറയിലേക്ക് തിരിഞ്ഞു നോക്കി. ഇത്ര നാളും കാണാത്തൊരു ശോഭ ഉണ്ടായിരുന്നു അപ്പോൾ ആ തിരുനാളത്തിന്. എൻ്റെ അമ്മയുടെ ചിരി പോലെ.